welcome to a new video. MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി അപ്ലിക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ MG യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.mgu.ac.in എന്ന വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ 2021 എന്ന ഓപ്ഷൻ കാണാം. സോ ക്ലിക്ക് ഓൺ ടു അഡ്മിഷൻ 2021. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിൽ റീഡയറക്ട് ചെയ്യപ്പെടും. അവിടെ ക്യാപ്പ് എന്ന് കാണാം. ഓക്കെ, ക്യാപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്. അപ്പോൾ ക്ലിക്ക് ഓൺ ടു ദിസ് ക്യാപ്പ്. അപ്പോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ കോളേജുകളുടെയും ഒന്നിച്ചുള്ള ഏകജാലക അഡ്മിഷൻ എന്ന് നമ്മൾ പറയൂലേ, +1 വരുന്ന പോലെ അതേ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടുള്ള അഡ്മിഷൻ ആണ് ഇപ്പം വന്നിട്ടുള്ള ഈ MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് രജിസ്ട്രേഷൻസ്. അപ്പം ഇവിടെ UG PG മറ്റെല്ലാ ഡീറ്റെയിൽസും കാണാം. ഇതിൽ MGCAP 2021 ആണ് ഇപ്പം ആക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ്. അപ്പം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം MGCAP 2021. സോ ഇതാണ് UG സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് MGയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ പേജ്. അപ്പോൾ ഈ പേജിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ പേജിൽ വളരെ നീറ്റായിട്ട് ഒരു സൈറ്റാണ് കൊടുത്തിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റിയുടെ. ആദ്യമായിട്ട് UG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻട്രലൈസ്ഡ് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും MG യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 29/7/2021 ഓക്കെ, ജൂലൈ 29. ഇവിടെ മറ്റ് ഡീറ്റെയിൽസ്, ചില ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് സ്പോർട്സ് കൾച്ചറൽ കോട്ട അതിനൊക്കെയുള്ള അപേക്ഷകൾ ഇപ്പം അതും കൊടുക്കാനായിട്ടുണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് സീറ്റ്സിനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ കാറ്റഗറിയും സ്പോർട്സ് ആയാലും മാനേജ്മെന്റ് ആയാലും PWD കാൻഡിഡേറ്റ്സ് ആയാലും എല്ലാവരും തന്നെ ഈ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കോളേജിൽ മാനേജ്മെന്റ് കോട്ടയ്ക്ക് ആണെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻസ് കൊടുക്കാം. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് കൊടുക്കേണ്ട അപ്ലിക്കേഷൻസ്. അപ്പോൾ ഏത് കാറ്റഗറി ആയാലും നിങ്ങൾ കാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഡിഗ്രി അഡ്മിഷൻസിൽ നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. ഇനി അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ജൂലൈ 29 വെബ്സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ ആക്റ്റീവ് അല്ല, എങ്കിൽ പോലും പ്രോസ്പെക്ടസും മറ്റ് പല ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അപ്പോൾ ക്യാപ്പ് ഷെഡ്യൂൾ അവൈലബിൾ ആണ്. പിന്നെ കോഴ്സസ് ആൻഡ് കോളേജസ്, ഓരോ കോഴ്സും കോളേജും നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് രജിസ്റ്റർ ക്യാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ID-യിലേക്കും ഫോൺ നമ്പറിലേക്കും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ക്രെഡൻഷ്യൽസ് വരുന്നതായിരിക്കും. അത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം, എന്നിട്ട് മറ്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് അപ്ലിക്കേഷൻ വരുന്നത്. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 13 2021 ഓഗസ്റ്റ് 13. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാവരും വളരെ പെട്ടെന്ന് അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രോസ്പെക്ടസിലുള്ള ചില ഡീറ്റെയിൽസ് കാണാം, അപ്ലിക്കേഷൻ ഫീയും മറ്റു കാര്യങ്ങളും കാണാം. സോ ദിസ് ഈസ് ദ പ്രോസ്പെക്ടസ് ഫോർ MG യൂണിവേഴ്സിറ്റി. അപ്പം എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും ഈ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില കോഴ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ അപ്ലിക്കേഷൻ ഫീയും മറ്റു കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ പ്രോസ്പെക്ടസ് ഒന്ന് ലെറ്റ്സ് ഗോ ത്രൂ ദിസ് പ്രോസ്പെക്ടസ് വൺസ്. അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആണ്. അതായത് നിങ്ങൾ ഒരു ഓൺലൈൻ അപേക്ഷ കഴിഞ്ഞാൽ പോലും ഒരു ഡോക്യുമെൻറ്റ്സും യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഹാർഡ് കോപ്പീസ് ഒന്നും തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ട കാര്യമില്ല. അപ്പോൾ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ ഓൺലൈനിൽ ചെയ്യാം. ഫീ പേയ്മെൻറ്റും ഓൺലൈൻ വഴി ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് PDF രൂപത്തിൽ സേവ് ചെയ്ത് വെക്കുക. അപ്ലിക്കേഷൻസിൻ്റെ ഷെഡ്യൂളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 29/7/2021 ജൂലൈ 29. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 13 വൈകിട്ട് 4 മണി വരെ. പ്രൊവിഷണൽ ഓർ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് 18 അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ്, നിങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് 18 മുതൽ 24 വരെ ആയിരിക്കും. ഓഗസ്റ്റ് 18 to 24 നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്.
ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലീസ് ചെയ്യുന്നത് 27th അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫീ അടയ്ക്കാനുണ്ടാവും, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാനുണ്ടാവും. അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം. ഇപ്പോൾ ഓൺലൈൻ അഡ്മിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അതേപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യാനായിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം തന്നിട്ടുണ്ട്. അതാണ് 2/9/2021. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ അഡീഷൻ എന്നൊരു ഓപ്ഷൻ ഇല്ല. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ട്രയൽ അലോട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് മനസ്സിലായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, ഡിലീറ്റ് ചെയ്യാനും. പുതിയ കോളേജുകൾ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്രയും മറ്റ് ഡീറ്റെയിൽസ്, മറ്റ് ഡേറ്റ്സ് ഒക്കെ പിന്നെ ടെൻറ്റേറ്റീവ് ആണ്. അതായത് നമ്മുടെ കോവിഡ് ഒക്കെ നോക്കിയിട്ട് അതിന് ശേഷം ആയിരിക്കും ഈ ഡേറ്റ്സ് ഒക്കെ തീരുമാനിക്കുക. എനിവേ യൂണിവേഴ്സിറ്റി ഹാസ് പബ്ലിഷ്ഡ് ഓൾ ദീസ് ഡേറ്റ്സ്, സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദീസ് ഡേറ്റ്സ്. ഓക്കെ, അപ്പം 4th അലോട്ട്മെൻറ്റ് വരെ ഉണ്ട്. 4 അലോട്ട്മെൻറ്റ്സ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 6-7 അലോട്ട്മെൻറ്റ്സ് വരെ ഇവിടെ വരുന്നുണ്ട്. 4 അലോട്ട്മെൻറ്റ്സ് കൂടാതെ 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സും 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓരോ കാറ്റഗറി അഡ്മിഷൻസ് വരുന്ന ഡീറ്റെയിൽസും യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് സ്പോർട്സ് കോട്ട അഡ്മിഷൻസ് എപ്പോഴാണ് വരുന്നത്, ദെൻ PD കോട്ട ആൻഡ് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അങ്ങനെ ഡീറ്റെയിൽസും ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഏത് കോട്ട അഡ്മിഷൻ ആയാലും ഏത് റിസർവേഷൻ അഡ്മിഷൻ ആയാലും ക്യാപ്പ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതൊരു മസ്റ്റാണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവരും തന്നെ ക്യാപ്പിന് അപ്ലൈ ചെയ്യുക. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീയും കൂടി ഒന്ന് കാണാം. പിന്നെ മറ്റെല്ലാ ഡീറ്റെയിൽസും ഈ ഒരു പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ ഓരോ കോഴ്സസിൻ്റെയും ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് SC/ST കാൻഡിഡേറ്റ്സ് 750 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 375 rupees ആണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അപ്പം കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. നമ്മളൊരു കോളേജിൽ ചില കോളേജുകളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് കൊടുക്കാനായിട്ടാണ് ഈ ക്യാപ്പ് ഫെസിലിറ്റി വന്നിട്ടുള്ളത്. അതായത് ഡിഫറെൻറ്റ് കോളേജസിലും ഡിഫറെൻറ്റ് കോഴ്സസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആ ഓപ്ഷൻസ് കൊടുക്കുന്നതിൻ്റെ ഓർഡറാണ്. അപ്പോൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുമ്പം നമ്മളെല്ലാവരും തന്നെ അപ്ലിക്കേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കുക. പക്ഷെ അതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് കോളേജാണ് ഏത് കോഴ്സാണ് നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഒരു പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. മറ്റ് വീഡിയോയിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോയും കാണിച്ചു തരാം. അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോളേജും കോഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ കണക്കിലാക്കുക. ഏത് കോളേജും ഏത് കോഴ്സും നമ്മൾ വിചാരിക്കുന്ന കോഴ്സസ് ചിലപ്പോൾ ആ കോളേജിൽ ഉണ്ടാവണം എന്നില്ല. പിന്നെ ആ കോഴ്സസ് ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് ആവാം. ആ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഫീസ് കൂടുതലായിരിക്കും. ഗവൺമെൻറ് കോളേജസിൽ എയ്ഡഡ് കോളേജസിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീസ് ആയിരിക്കും. അപ്പം ആ കാര്യങ്ങൾ നോക്കുക. കോളേജ് എയ്ഡഡ് ആയി എന്ന് വെച്ചിട്ട് എല്ലാ കോഴ്സുകളും എയ്ഡഡ് ആവണം എന്നില്ല. അത് സെൽഫ് ഫിനാൻസിങ്ങും ആവാം. അപ്പം ഇതൊക്കെയാണ് ജനറലായിട്ട് ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ. അപ്പോൾ മറ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. താങ്ക് യു.